ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ചിരട്ട കൊണ്ടൊരു ഗാർഡൻ ക്രാഫ്റ്റാണ്. അപ്പോൾ നമുക്ക് മേക്കിംഗ് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ആദ്യം തന്നെ ഈ ചിരട്ടയുടെ പുറത്തുള്ള ഈ നാരുകളൊക്കെ നല്ലപോലെ ക്ലീൻ ചെയ്തെടുക്കുക. സാൻഡ് പേപ്പറൊക്കെ ഇട്ട് നല്ലപോലെ ക്ലീൻ ചെയ്യുന്നവർക്ക് അങ്ങനെയൊക്കെ ചെയ്യാൻ കുഴപ്പമില്ല. അപ്പോൾ ഞാനിപ്പോൾ അത്രയൊന്നും ചെയ്യുന്നില്ല, ജസ്റ്റ് ഒരു കത്തി വെച്ചിട്ട് അതിൻ്റെ മുകളിലുള്ള നാരൊക്കെ ക്ലീൻ ചെയ്ത് ജസ്റ്റ് ഒന്ന് എടുക്കുന്നുള്ളൂ. ഇനി നമുക്ക് ഈ ചിരട്ട ഹാങ് ചെയ്യാനായിട്ട് ഇതിന് കയറ് കെട്ടാൻ വേണ്ടിയിട്ട് ഇതിന് 3 ഹോള് സൈഡിലായിട്ട് ഇടേണ്ടതുണ്ട്. അപ്പോൾ ആ 3 ഹോളും പിന്നെ ഡ്രെയിനേജിന് വേണ്ടിയിട്ട് നടുക്കൊരു ഹോളും കൂടി ഇടേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് തന്നെ ഒരു ഡ്രില്ല് യൂസ് ചെയ്തിട്ട് ഹോളൊക്കെ ഇട്ടെടുക്കാം. അപ്പോൾ നമ്മൾ ഹാങ് ചെയ്യാനായിട്ട് കയറ് കടത്താനുള്ള ഹോളൊക്കെ ഇട്ടിട്ടുണ്ട് സൈഡിൽ. ഇനി വെള്ളം താഴത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരു ഡ്രെയിൻ ഹോളും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഹോളുകളൊക്കെ ഇട്ട ഒരു 5 ചിരട്ടകൾ ഇപ്പോൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് എണ്ണം എത്ര വേണമെങ്കിലും എടുക്കാം. അപ്പോൾ എടുക്കുമ്പോൾ എല്ലാവരും കുറച്ച് വലിപ്പമുള്ള ചിരട്ടകളൊക്കെ നോക്കി എടുക്കുക. അപ്പോൾ ഞാനിവിടെ 3 കയറായിട്ടാണ് ഞാൻ എടുത്തേക്കുന്നത്. അപ്പോൾ ഈ 3 കയർ നമുക്ക് ഈ ഓരോ ചിരട്ടയുടെ 3 ഹോളിലൂടെ കടത്തി ചെറിയൊരു കെട്ടിട്ട് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ തന്നെ എല്ലാ ചിരട്ടകളും ഇങ്ങനെ കോർത്ത് ഇങ്ങനെ കെട്ടിട്ട് ഇതുപോലെ എടുക്കുക. ഇനി അടുത്തതായിട്ട് നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ചെടി വെക്കണം. അപ്പോൾ അതിന് മുമ്പായിട്ട് ഇതിൻ്റെ അകത്ത് പോട്ടി മിക്സ് ആഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് പോട്ടി മിക്സ് ആഡ് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ ആ ഒരു ഡ്രെയിൻ ഹോളിൻ്റെ അകത്തോട്ട് നമുക്കൊരു കല്ലോ എന്തെങ്കിലും വെച്ചൊന്ന് ബ്ലോക്ക് ചെയ്യാം. അല്ലെങ്കിൽ മണ്ണ് അതിൻ്റെ അകത്ത് കൂടെ ഒലിച്ച് താഴത്തോട്ട് പോകും വെള്ളം നനക്കാൻ നേരം. എന്നിട്ട് നമുക്ക് ഇതിനകത്തോട്ട് പോട്ടി മിക്സ് ആഡ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ കമ്പോസ്റ്റും ചകിരിച്ചോറും പിന്നെ നമ്മുടെ സാധാ ഗാർഡൻ സോയിലും കൂടെ ഈക്വൽ എമൗണ്ടായിട്ട് മിക്സ് ചെയ്തതാണ് ഇതിൻ്റെ അകത്തോട്ട് ഞാൻ ചേർത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ചെടി വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഇതിൻ്റെ അകത്തോട്ട് വെക്കാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ചെറിയ ടൈപ്പ് സ്പൈഡർ പ്ലാന്റ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടം അതിനനുസരിച്ച് ചെടി സെലക്ട് ചെയ്യുക. പിന്നെ ചെടി സെലക്ട് ചെയ്യാൻ നേരം ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൂടുതലും ഈ ചിരട്ടയിൽ ഏരിയ കുറവായിരിക്കും. അപ്പോൾ ആ ഒരു ഏരിയയിൽ വളരാൻ പറ്റിയ ടൈപ്പ് ചെടി നോക്കിയെടുക്കുക. കൂടുതൽ വലിപ്പം വെക്കുന്ന ചെടികളൊന്നും യൂസ് ചെയ്യാതിരിക്കുക. ആ ചിരട്ടേൻ്റെ അകത്ത് ഒതുങ്ങി നിന്ന് വളരാൻ പറ്റിയ ചെടികളും നോക്കിയെടുക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ ഞാനിവിടെ ചെടി വെച്ചു. അപ്പോൾ കുറച്ചും കൂടെ സൈഡിലേക്ക് ഗ്യാപ്പ് ഉണ്ടായിരുന്നു, അതിലും കൂടെ കുറച്ച് മണ്ണ് ഞാൻ ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയുള്ള ചിരട്ടകളിൽ നമുക്ക് ചെടി വെച്ച് കൊടുക്കാം. ചെടി വെക്കുമ്പോൾ ഒരേപോലെ തന്നെ വെക്കണമെന്നില്ല, ഓരോ തട്ടിലും ഓരോ ടൈപ്പ് ചെടി വെക്കാനും നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ ഞാൻ എല്ലാ ചിരട്ടകളിലും ഇതുപോലെ ചെടി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു ചെറിയൊരു വീഡിയോ ആയിരുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ തീരുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങളും എല്ലാം കമൻറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇതുപോലത്തെ വീഡിയോ കാണാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിലൂടെ കാണാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.